പ്ലസ് ടു ബയോളജിയിലെ ബോട്ടണിയിലെ ചാപ്റ്റർ ഫസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, ജീവികളിലെ പ്രത്യുൽപാദനം. സോ ഫസ്റ്റ്, വാട്ട് ഈസ് റിപ്രൊഡക്ഷൻ? എന്താണ് റിപ്രൊഡക്ഷൻ ആൻഡ് വൈ ഇറ്റ് ഈസ് നെസസറി? എന്തിനാണ് ഈ റിപ്രൊഡക്ഷൻ? അത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? സോ ഫസ്റ്റ്, വാട്ട് ഈസ് റിപ്രൊഡക്ഷൻ എന്ന് നോക്കാം. റിപ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ് സ്പ്രിങ്. ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് റിപ്രൊഡക്ഷൻ. ആൻഡ് ഇറ്റ് എനേബിൾസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ്. സ്പീഷീസിൻ്റെ കണ്ടിന്യൂറ്റി എനേബിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് എന്ത്? റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ റിപ്രൊഡക്ഷൻ തന്നെ നമുക്ക് 2 മോഡ് റിപ്രൊഡക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എസെക്ഷൽ റിപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. എസെക്ഷൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരൻറ്റ്. സിംഗിൾ പാരൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്ങിനെയാണ് നമ്മൾ എസെക്ഷൽ എന്ന് പറയുന്നത്. സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദ ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റും അതുപോലെ തന്നെ ഫീമെയിൽ ഗാമേറ്റും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഫ്യൂഷൻ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്സ്. അങ്ങനത്തെ മോഡ് ഓഫ് റിപ്രൊഡക്ഷന് പറയുന്നതാണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. സോ നമുക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. When offspring is produced by a single parent with or without the involvement of gamete formation, the reproduction is asexual. അതായത് എസെക്ഷൽ റിപ്രൊഡക്ഷനിൽ ഗാമേറ്റ് ഫോർമേഷൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, ചിലതിൽ ഗാമേറ്റ് ഫോർമേഷൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല. ഇത് രണ്ടും ആണെങ്കിൽ കൂടിയിട്ടും സിംഗിൾ പാരൻ്റ് ആണെങ്കിൽ അതിനെ എസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്നാണ് ടേം ചെയ്യുക. ഇനി എസെക്ഷൽ റിപ്രൊഡക്ഷൻ 2 ടൈപ്സ് ആയിട്ട് 3 മീൻസ് ആയിട്ട് നടക്കാറുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബൈ മീൻസ് ഓഫ് സെൽ ഡിവിഷൻ, സെക്കൻഡ് ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ എസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ആൻഡ് തേർഡ് വൺ ബൈ മീൻസ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സോ ഇത് മൂന്നും എന്താ നോക്കാം. ഫസ്റ്റ് വൺ ബൈ മീൻസ് ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ എന്ന് വെച്ചാൽ പാരൻറ്റ് സെല്ല് ഡിവൈഡഡ് ഇൻറ്റു 2. അതായത് നമ്മൾ പറഞ്ഞ ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സിംഗിൾ പാരൻറ്റ് വിൽ ഡിവൈഡ് ഇൻറ്റു 2. ഈ പാരൻറ്റ് സെല്ല് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനാണ് ബൈ മീൻസ് ഓഫ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ബഡ്ഡിങ് ഇൻ ഈസ്റ്റ്, ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ ബൈനറി ഫിഷൻ ഇൻ അമീബ ആൻഡ് പാരമീഷ്യ. ഇനി സെക്കൻഡ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് മീൻസ് എന്ന് പറയുന്നത് ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ എസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് സൂപ്പോർസ്, ക്വനീറ്റിയ, ബഡ്സ് ആൻഡ് ജെമ്യൂൾ. അതായത് ചില സ്പെഷ്യൽ ആയിട്ടുള്ള എസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതാണ് സൂപ്പോർസ് ഉള്ള ഒരു ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് ക്ലൈമൈഡോമണസ് എന്ന് പറയുന്നത്. ആൻഡ് കുനീഡിയൻ്റെ എക്സാമ്പിളാണ് പെൻസിലിയം, ബഡ്സ് ഹൈഡ്ര, ജെമ്യൂള് എന്താണ് ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ജെമ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൈ മീൻസ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡ്സിലൂടെയാണ് എസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ ബൈ മീൻസ് ഓഫ് സെൽ ഡിവിഷൻ, സെക്കൻഡ് വൺ ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ എസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ആൻഡ് തേർഡ് വൺ ബൈ മീൻസ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പം ഇതാണ് എസെക്ഷൽ റിപ്രൊഡക്ഷൻ. നൗ വി ക്യാൻ മൂവ് ടു ദ സെക്ഷൽ റിപ്രൊഡക്ഷൻ. സെക്ഷൽ റിപ്രൊഡക്ഷനിൽ 3 പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് 3 പ്രോസസ്സിലൂടെയാണ് ഈ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫോം ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് വൺ. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇത് രണ്ടും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ഗാമേറ്റ് ആൻഡ് ദ ഫീമെയിൽ ഗാമേറ്റ് ടു ഫോം ദ സൈഗോട്ട്. ആൻഡ് ദ തേർഡ് വൺ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൈഗോട്ട് ഇൻ ടു ദ ഓർഗാനിസം. ഈ ഉണ്ടായ സൈഗോട്ട് അല്ലെങ്കിൽ ഫ്യൂഷൻ കാരണം റിസൾട്ടായിട്ട് വന്ന സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഓർഗാനിസം ആവുന്നു. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൽ റിപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൽ 3 ഫേസസ് ഉണ്ട്. ഒന്ന് ജുവനൽ ഫേസ്, രണ്ടാമത്തത് റിപ്രൊഡക്റ്റീവ് ഫേസ്, മൂന്നാമത്തത് ഓൾഡ് ഏജ്. ജുവനൽ ഫേസ് ആനിമൽസിലും ഉണ്ടാവും. അതുപോലെ തന്നെ ആനിമൽസിലുള്ളതിന് ജുവനൽ ഫേസ് എന്നും പ്ലാന്റ്സിലാണെങ്കിൽ അത് നമ്മൾ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് പറയാം. സോ ജുവനൽ ഫേസ് ഇൻ ആനിമൽസ്
പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ഓർഗാനിസംസ് പ്രയർ ടു സെക്ഷൽ റിപ്രൊഡക്ഷൻ. അതായത് സെക്ഷൽ റിപ്രൊഡക്ഷൻ എത്തുന്നതിന് മുൻപേ വരെയുള്ള ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, ആ പീരീഡ് ഓഫ് ഗ്രോത്തിനെയാണ് നമ്മൾ ജുവനൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഇതേ ഗ്രോത്ത് തന്നെ നമ്മൾ പ്ലാന്റ്സിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് ഫേസ്. ദാറ്റ് ഈസ് ദ പീരിയഡ് ഓഫ് ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ് ബിഫോർ ഇറ്റ് റീച്ചസ് സെക്ഷൽ മെച്യൂരിറ്റി. അതായത് സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ആ ഗ്രോത്ത്, പീരീഡ് ഓഫ് ഗ്രോത്തിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് ഫേസ്. അത് പ്ലാന്റ്സിൽ, ആനിമൽസിലാണെങ്കിൽ ജുവനൽ ഫേസ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ഫേസാണ് റിപ്രൊഡക്റ്റീവ് ഫേസ്. റിപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഓർഗാനിസം പ്രൊഡ്യൂസസ് ആൻഡ് റിലീസസ് ഗാമീറ്റ്സ്. ഈ പീരീഡിലാണ് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നിട്ട് ഗാമീറ്റ്സിനെ റിലീസ് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഓൾഡ് ഏജ്. അതായത് ഗ്രോത്ത് ഡിറ്റീറിയേറ്റ്സ് വിത്ത് ഏജ്. പ്രത്യുൽപാദന ഘട്ടത്തിന് അവസാനത്തോടെ പിന്നെ വളർച്ച ഇല്ലാത്ത അവസ്ഥയാണ്. അതായത് പിന്നീട് അങ്ങോട്ട് വളർച്ച ഉണ്ടാവില്ല. അവരുടെ പ്രത്യുൽപാദന ശേഷിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വളർച്ച ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. സോ ഇതാണ് റിപ്രൊഡക്റ്റീവ് സെക്ഷൽ റിപ്രൊഡക്ഷനിലെ 3 ഫേസസ് എന്ന് പറയുന്നത്. ഇനി 3 ഫേസസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്ഷൽ റിപ്രൊഡക്ഷനിലുള്ള ഇവൻറ്റ്സ് നോക്കാം. ദർ ആർ 3 ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റിപ്രൊഡക്ഷൻ. സോ ഫസ്റ്റ് ഇവൻറ്റ് pre-fertilization event, second one fertilization, third one post-fertilization event. ഇങ്ങനെ 3 ഇവൻ്റ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇനി പ്രീ-ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പ്രീ-ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് ഫസ്റ്റ് വൺ ഗാമറ്റോജെനിസിസ്. ഗാമറ്റോജെനിസിസ് ആണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തത് ഗാമേറ്റ് ട്രാൻസ്ഫർ. രണ്ടാമത്തെന്ന് പറയുന്നത് ഗാമേറ്റ് ട്രാൻസ്ഫർ ആവാം. സോ നമുക്ക് ആദ്യത്തേത് നോക്കാം. ഗാമറ്റോജെനിസിസ്. ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഉണ്ടാവുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഈ ഗാമറ്റോജെനിസിസ് നമ്മൾ 2 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് ഹോമോഗാമേറ്റ്സ് ആൻഡ് ഐസോഗാമേറ്റ്സും അതുപോലെ തന്നെ ഹെട്രോഗാമേറ്റ്സും ഉണ്ട്. ഹെട്രോഗാമേറ്റ്സിന് അനീസോഗാമേറ്റ് എന്നും പറയാറുണ്ട്. ഹോമോഗാമേറ്റ്സ് അല്ലെങ്കിൽ ഐസോഗാമേറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഹോമോഗാമേറ്റ്സ് ഓർ ഐസോഗാമേറ്റ്സ്, ഇറ്റ് ഈസ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ആർ സിമിലർ. അങ്ങനത്തെ ഗാമേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ മെയിൽ ഗാമേറ്റും അതുപോലത്തെ അവരുടെ ഫീമെയിൽ ഗാമേറ്റും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ ആൽഗേസ് അതുപോലെ തന്നെ ക്ലാഡോഫോറ ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഹെട്രോഗാമേറ്റ്സ് അല്ലെങ്കിൽ അനീസോഗാമേറ്റ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. അതായത് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും മറ്റേതിൽ സിമിലർ ആണെന്ന് പറഞ്ഞു, ഇതിൽ ഡിസ്സിമിലർ ആയിരിക്കും. അതായത് അവർ രണ്ടും തമ്മിൽ കാണാൻ ഒരുപോലെ ആയിരിക്കില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ഹ്യൂമൻസിൽ ഉണ്ടാകുന്ന എഗ്ഗും സ്പേം എന്ന് പറയുന്നത് അനീസോഗാമേറ്റ്സ് ആണ്. രണ്ടും ഡിസ്സിമിലർ ആണ്. അതുപോലെ ആൽഗയിൽ ഫ്യൂക്കസ് എന്ന് പറഞ്ഞൊരു ആൽഗ ഇതിൻ്റെ അനീസോഗാമേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമുക്ക് മോണേഷ്യസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ബൈസെക്ഷൽ പ്ലാന്റ്സ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ യൂണിസെക്ഷൽ പ്ലാന്റ്സ് എന്താണെന്ന് നോക്കാം. ബൈസെക്ഷൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ദേ ഹാവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ദ സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിൽ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, മെയിൽ ഫ്ലവറും അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിളാണ് റൈസ്, കുക്കുംബർ, കോക്കനട്ട്. ഇവരുടെയൊക്കെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരേ പ്ലാന്റ് തന്നെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയുന്നത്. യൂണിസെക്ഷൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അതായിരിക്കും. അതായത് മറ്റേതിൻ്റെ രണ്ടും ഒരേ പ്ലാന്റിലാണെങ്കിൽ യൂണിസെക്ഷനിൽ എന്തായിരിക്കും, രണ്ടും സെപ്പറേറ്റ് പ്ലാന്റ്സിലായിരിക്കും. അതായത് ദേ ഹാവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ സെപ്പറേറ്റ് പ്ലാന്റ്സ്. എക്സാമ്പിൾ നട്ട്മഗ്, അതായത് ജാതി, അതുപോലെ പപ്പായ ആൻഡ് ഡേറ്റ് പാം. ഇനി ആനിമൽസിലും ഇതുപോലെ ഉണ്ട്. യൂണിസെക്ഷൽ ആനിമൽസും അതുപോലെ തന്നെ ബൈസെക്ഷൽ ആനിമൽസും. ബൈസെക്ഷൽ ആനിമൽസിന് ഹെർമാഫ്രോഡൈറ്റ് എന്നും പറയാറുണ്ട്. യൂണിസെക്ഷൽ ആനിമൽസ് എന്ന് പറയുന്നത് ആനിമൽസ് ദാറ്റ് പോസസ് ഐദർ ദ മെയിൽ ഓർ ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓൺലി. ഒന്നെങ്കിൽ അവരിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് കാറ്റും കോക്രോച്ചും. ബൈസെക്ഷൽ ആനിമൽസ് അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നതിൽ ആനിമൽസ് ഹാവിങ് ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതിൽ മെയിൽ റിപ്രൊഡക്റ്റീവും ഉണ്ടാവും, ഫീമെയിലും ഉണ്ടാവും. രണ്ടും ഉള്ളതിനെയാണ് ബൈസെക്ഷൽ ആനിമൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് എർത്ത് വോം, ലീച്ച്, ടേപ്പ് വോം എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ഡിപ്ലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ് ഓർഗാനിസംസ്. നമ്മൾ +1 പഠിച്ചതാണ് ഡിപ്ലോയിഡ് ഓർഗാനിസമും അതുപോലെ തന്നെ ഹാപ്ലോയിഡ് ഓർഗാനിസം.
ഡിപ്ലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് എന്ന് പറയുന്നത് ഹാവിങ് ഹാഫ് ദ നമ്പർ ഓഫ് ഡിപ്ലോയിഡ് കണ്ടീഷൻ. ഡിപ്ലോയിഡ് കണ്ടീഷൻ്റെ ഹാഫ് നമ്പർ ആയിരിക്കും ഹാപ്ലോയിഡിൽ ഉണ്ടാവുക. ആൻഡ് ഇൻ ദിസ് കണ്ടീഷൻ എ സെൽ ഓർ ന്യൂക്ലിയസ് ഹാസ് എ സിംഗിൾ സെറ്റ് ഓഫ് അൺപെയർഡ് ക്രോമസോംസ്. ഇങ്ങനെ ഹാപ്ലോയിഡ് ഉള്ളവർക്ക് അതിലുണ്ടാവുന്ന സെല്ല് അല്ലെങ്കിൽ ന്യൂക്ലിയസിന് എന്തായിരിക്കും സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. ഒരു സിംഗിൾ സെറ്റ് ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും. അതൊക്കെ ഹാപ്ലോയിഡ്സ് ആണ്. ഡിപ്ലോയിഡിൻ്റെ ഹാഫ് നമ്പറേ ഉള്ളൂ അവരിൽ ഉണ്ടാവുക. അങ്ങനത്തെ കണ്ടീഷന് പറയുന്നതാണ് ഹാപ്ലോയിഡ്. ആൻഡ് ഹാപ്ലോയിഡ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ഗാമേറ്റ്സ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. ഹാപ്ലോയിഡ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റ്സ് എങ്ങനെയായിരിക്കും? മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ദ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് എന്താണ്? എ സെൽ ഓർ ആൻ ഓർഗാനിസംസ് കൺസിസ്റ്റിംഗ് ഓഫ് 2 sets ഓഫ് ക്രോമസോംസ്, 1 ഫ്രം ഈച്ച് പാരൻറ്റ്. ഹാപ്ലോയിഡ് നമ്മൾ പറഞ്ഞു ഒരു സെറ്റ് ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഹാപ്ലോയിഡ് ഒരു സെറ്റ്, അങ്ങനത്തെ 2 ഹാപ്ലോയിഡ്സ് രണ്ടും കൂടിയിട്ടാണ് സൈഗോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് ഒരു ക്രോമസോം ഉണ്ടാവും, മറ്റേ സെറ്റിൽ നിന്ന് ഒരു ക്രോമസോം ഉണ്ടാവും. അങ്ങനെ ഈ 2 സെറ്റ്സ് ക്രോമസോംസ് കൂടിയിട്ട് 2 sets ഓഫ് ക്രോമസോംസ് ആയിരിക്കും ആർക്കുണ്ടാവുക? സൈഗോട്ടിൽ ഉണ്ടാവുക. ആൻഡ് സൈഗോട്ട് ഈസ് എ ഡിപ്ലോയിഡ്. ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ഗാമേറ്റ് മദർ സെൽ അണ്ടർഗോസ് മിയോസിസ്. ഹാപ്ലോയിഡിൽ മൈറ്റോട്ടിക് ഡിവിഷൻ ആണെങ്കിൽ ഡിപ്ലോയിഡിൽ ഉണ്ടാവുക മിയോസിസ് ഡിവിഷനാണ്. In a diploid state, the haploid number is doubled and thus this condition is also known as 2n. ഹാപ്ലോയിഡ് നമ്മൾ n ആക്കി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിപ്ലോയിഡ് നമുക്ക് 2n എന്ന് പറയാം. കാരണം ഹാപ്ലോയിഡിലുള്ള ഡബിൾ എമൗണ്ട് ആണ്, ഡബിളാണ് ഇതിലുണ്ടാവുക? ഡിപ്ലോയിഡ് സ്റ്റേറ്റിലുണ്ടാവുക. അതിൻ്റെ എക്സാമ്പിളാണ് സൈഗോട്ട്. മറ്റേതിൻ്റെ എക്സാമ്പിൾ എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. നൗ ഗാമേറ്റ് ട്രാൻസ്ഫർ. സോ നമ്മൾ പറഞ്ഞു 2 പ്രീ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഉണ്ട്. അതിൻ്റെ പ്രീ ഫെർട്ടിലൈസേഷനിൽ ഫസ്റ്റ് നമ്മൾ ബൈസെക്ഷൽ പറഞ്ഞു, ഫ്ലവേഴ്സും യൂണിസെക്ഷൽ ഫ്ലവേഴ്സും പറഞ്ഞു, ആൻഡ് യൂണിസെക്ഷൽ ആനിമൽസും ബൈസെക്ഷൽ ആനിമൽസ് പറഞ്ഞു, ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് പറഞ്ഞു. ഇനി ഇതിൽ ഗാമറ്റോജെനിസിസ് ആണ് ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് സ്റ്റേജാണ് പ്രീ ഫെർട്ടിലൈസേഷനിൽ ഗാമറ്റോജെനിസിസ്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗാമേറ്റ് ട്രാൻസ്ഫറാണ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലുള്ള 2 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് വൺ ഗാമറ്റോജെനിസിസ് ആൻഡ് ഗാമേറ്റ് ട്രാൻസ്ഫർ. ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത് ഗാമേറ്റ് ഫോം ചെയ്യുന്നത്. ഇനി ഫോം ചെയ്ത ഗാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. The male and female gamete must be physically brought together to facilitate fusion. അതായത് മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും എന്താണ്? ഒരേ സ്ഥലത്ത് എത്തണം, എന്നാലേ അവർ തമ്മിൽ എന്തുണ്ടാവുള്ളൂ? ഫ്യൂഷൻ നടക്കുള്ളൂ. സോ ഇതിനെ രണ്ടിനും ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ഗാമേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ അതുള്ളൂ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു ഗാമറ്റോജെനിസിസ്, അതിൽ നമ്മൾ പറഞ്ഞു കുറച്ച് പോയിൻറ്റ്സ്. നെക്സ്റ്റ് ഗാമേറ്റ് ട്രാൻസ്ഫർ പറഞ്ഞു. ഇനി നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് എന്തുണ്ട്? ഫെർട്ടിലൈസേഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? Fertilization is also called syngamy. The fusion of the male gamete and the female gamete is called fertilization. ഈ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും തമ്മിൽ നടക്കുന്ന ഫ്യൂഷനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ there are 2 types, that is external fertilization and internal fertilization. What is external fertilization? Here syngamy occurs in an external medium. ഇവിടെ സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലായിരിക്കും. എക്സ്റ്റേണൽ മീഡിയം എന്ന് പറയുന്നത് വാട്ടർ, ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് മദർ ഓർഗാനിസംസ്, അങ്ങനത്തെ വാട്ടറിലും മദർ ഓർഗാനിസത്തിന് പുറത്തൊക്കെ നടക്കുന്ന ഫെർട്ടിലൈസേഷന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ആൻഡ് എക്സാമ്പിൾ ഫോർ ദിസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഇസ് ആംഫീബിയൻസ് ആൻഡ് ഫിഷസ്. ഇനി ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് എ സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഒക്കോ ഇൻ ദ ഫീമെയിൽ ബോഡി റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. അവിടെ നടക്കുന്ന സിംഗമി എവിടെയായിരിക്കും? ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലായിരിക്കും. ആൻഡ് ഇറ്റ് റിസൾട്ട് ദ ഫോർമേഷൻ ഓഫ് ദി സൈഗോട്ട്. അതിൻ്റെ എക്സാമ്പിളാണ് എന്താ? കൗ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫീമെയിലിൻ്റെ ഉള്ളിലുണ്ടാവും, എക്സ്റ്റേണൽ ആണെങ്കിൽ ഔട്ട്സൈഡ് ആയിരിക്കും.
ഈ പാർത്തനോജെനിസിസ് എന്ന് പറഞ്ഞൊരു ടേമും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ആൻ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഇസ് കോൾഡ് പാർത്തനോജെനിസിസ്. അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗിൽ നിന്ന് ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെ പറയുന്നതാണ് പാർത്തനോജെനിസിസ്. അൺഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് പറയുന്നത് അവിടെ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ നടന്നിരിക്കണം, മെയിലും ഫീമെയിലും തമ്മിലുള്ള ഫ്യൂഷൻ നടത്തിയിട്ടുണ്ടാവില്ല, അതിനെയാണ് നമ്മൾ അൺഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെ പറയുന്ന പേരാണ് പാർത്തനോജെനിസിസ്. അതിൻ്റെ എക്സാമ്പിളാണ് ലിസാർഡ്സ്, മെയിൽ ഹണി ബി, അതുപോലെ തന്നെ ടർക്കി ബേർഡ്. ആൻഡ് ഇൻ പ്ലാന്റ്സ് ദ മെയിൽ ഗാമേറ്റ്സ് ആർ കാരീഡ് ടു ദ എഗ് ബൈ ദ പോളൻ ട്യൂബ്. പ്ലാന്റ്സിൽ മെയിൽ ഗാമേറ്റ്സ് എഗ്ഗിലേക്ക് ക്യാരി ചെയ്യുന്നത് ആരാണ്? പോളൻ ട്യൂബാണ്. ഇപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, നമ്മൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു. ദ ലാസ്റ്റ് റിപ്രൊഡക്ഷൻ, ഇതിലുള്ള സെക്ഷൽ റിപ്രൊഡക്ഷനിലുള്ള ലാസ്റ്റ് ഇവൻറ്റ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് നോക്കാം. അതിൽ സൈഗോട്ട് ഫോർമേഷൻ നടക്കും, എംബ്രിയോജെനിസിസ് നടക്കും. എംബ്രിയോജെനിസിന് തന്നെ 2 പ്രോസസ്സ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സൈഗോട്ട് ഫോർമേഷൻ. The zygote formation. In external fertilization, zygote is formed in the external medium, and internal fertilization, zygote is formed inside the body of the female organism. External fertilization internal fertilization നമ്മളിപ്പം പറഞ്ഞു. അപ്പം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ സൈഗോട്ട് എവിടെ ആയിരിക്കും ഫോം ചെയ്യുക? എക്സ്റ്റേണൽ മീഡിയത്തിലായിരിക്കും. അതിപ്പം വാട്ടർ നമ്മൾ പറഞ്ഞു. അപ്പം അവിടെ ആയിരിക്കും എന്തുണ്ടാവുക? സൈഗോട്ട് ഫോം ചെയ്യുക. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് സൈഗോട്ട് ഇസ് ഫോംഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസം. ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടാവുക? സൈഗോട്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക. Zygote is the vital link that ensures continuity of species between one generation and next. അതായത് അടുത്ത ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ ഈ സൈഗോട്ടാണ് അടുത്ത ജനറേഷൻ്റെ ഒരു വൈറ്റൽ ലിങ്ക് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എംബ്രിയോജെനിസിസ് നോക്കാം. വാട്ട് ഈസ് എംബ്രിയോജെനിസിസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട്. ഈ സൈഗോട്ടിൽ നിന്ന് ഉണ്ടാവുന്ന എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോൻ്റെ പ്രോസസ്സിന് പറയുന്നതാണ് എംബ്രിയോജെനിസിസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം എ സൈഗോട്ട്. ഇനി പ്രോസസ് ഓഫ് എംബ്രിയോജെനിസിസ് 2 മെയിൻ പ്രോസസ്സ് ഉണ്ട്. സൈഗോട്ട് അണ്ടർഗോസ് 2 മെയിൻ പ്രോസസ്. ദേ ആർ സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. സെൽ ഡിവിഷൻ മൈറ്റോസിസ് ആണ്. അതായത് റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഡെവലപ്പ് ചെയ്യുന്ന ഈ എംബ്രിയോയിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ എന്ത് കൂട്ടാൻ സഹായിക്കുന്നു? നമ്പർ ഓഫ് സെൽസിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിഫറൻസിയേഷൻ ആണ്, സെൽ ഡിഫറൻസിയേഷൻ. സെൽസ് അണ്ടർഗോ സർട്ടൻ മോഡിഫിക്കേഷൻ ടു ഫോം സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ടു ഫോം ആൻ ഓർഗാനിസം. ഈ സെൽസ് ഒരുപാട് സെൽസ് ഉണ്ടായേ നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ സെൽസൊക്കെ സർട്ടൻ മോഡിഫിക്കേഷന് പോവും. ആൻഡ് അണ്ടർഗോ സർട്ടൻ മോഡിഫിക്കേഷൻ എന്തിനാണ്? ടു ഫോം സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ്. സ്പെഷ്യലൈസ് ചെയ്ത ടിഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഓർഗാനിസംസ് ഫോം ചെയ്യാനും ഇവർ സർട്ടൻ മോഡിഫിക്കേഷൻ അണ്ടർഗോ ചെയ്യും. ദെൻ ദേ ആർ ഫോം ടു ആൻ ഓർഗാനിസംസ്. 2 പ്രോസസ്സാണത്. ഫസ്റ്റ് വൺ സെൽ ഡിവിഷൻ ആൻഡ് സെക്കൻഡ് വൺ സെൽ ഡിഫറൻസിയേഷൻ. 2 പ്രോസസ്സും എവിടെയാണ്? എംബ്രിയോജെനിസിസിലാണ്. എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദി സൈഗോട്ട്. ഇനി ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിസിൽ ആനിമൽസിനെ 2 ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചു. ഫസ്റ്റ് വൺ ഓവിപാരസ് ആനിമൽസ്, സെക്കൻഡ് വിവിപാരസ്. ഓവിപാരസ് എന്ന് പറയുന്നത് സൈഗോട്ട് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ പാരൻറ്റ്. ഫീമെയിൽ പാരൻറ്റിൻ്റെ പുറത്തായിരിക്കും സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുക. അതാണ് ഓവിപാരസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഓവിപാരസിൻ്റെ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ കവേർഡ് ബൈ എ ഹാർഡ് കാൽക്കേരിയസ് ഷെല്ല് ആൻഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ യങ് വൺസ് ആർ ഹാച്ച്ഡ് ഔട്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ബേർഡ്സും റെപ്റ്റൈൽസും. അതായത് മുട്ടയിട്ട് അടയിരുന്ന കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന, അതാണ് ഓവിപാരസ് എന്ന് പറയുന്നത്. അവിടെ ഫീമെയിൽ പാരൻ്റെ പുറത്തായിരിക്കും സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് ഈ ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗ് ഒരു ഹാർഡ് കാൽക്കേരിയസ് ഷെല്ലുണ്ടാവും, അത് വെച്ച് കവർ ചെയ്തിട്ട് ഒരു പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ട് വിരിയും. അതായത് ഈ ബേർഡ്സിൻ്റെ ഒക്കെ അങ്ങനെയാണ്, കോഴിമുട്ട വിരിയാണ് ചെയ്യുക. അതുപോലെ കോഴികൾ അവരുടെ ഒക്കെ 21 ദിവസം കഴിയുമ്പം ഹാച്ച് ആവാണ് ചെയ്യുക.
സോ അങ്ങനത്തെ ഓർഗാനിസത്തിന് നമ്മൾ പറയുന്നതാണ് ഓവി പാരസ് ആനിമൽസ്. വിവി പാരസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, അതാണ് വിവി പാരസ്. സൈഗോട്ട് ഡെവലപ്മെൻറ്റ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ പാരൻറ്റ് ആൻഡ് ദി യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസംസ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഗ്രോത്ത്. സൈഗോട്ടിൻ്റെ ഒരു പീരീഡ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞിട്ട് ഫീമെയിൽ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിന്ന് ഡെലിവർ ആവുകയാണ് ചെയ്യുക യങ് വൺസ്. അതാണ് അതിൻ്റെ എക്സാമ്പിൾസാണ് മമ്മൽസ്, കൗവ്, കാറ്റ്സ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ ഫ്ലവേഴ്സ്. ഇപ്പം നമ്മൾ ആനിമൽസിൽ പറഞ്ഞു, ഇനി ഫ്ലവേഴ്സിൽ ഉണ്ടാകുന്ന പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ പ്ലാന്റ്സ് ദ സെപ്പൽസ്, ദ പെറ്റൽസ് ആൻഡ് സ്റ്റേമൻസ് ഓഫ് ദ ഫ്ലവർ വിതർ ആൻഡ് ഫോൾ ഓഫ്. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ സെപ്പൽസും പെറ്റൽസും സ്റ്റേമൻസും ഒക്കെ, ഫ്ലവറിലുള്ള സെപ്പൽസും പെറ്റൽസും സ്റ്റേമൻസും ഒക്കെ ഫോൾ ചെയ്യാൻ തുടങ്ങും, പൊയിന് പോകാൻ തുടങ്ങും. ആൻഡ് ഈ സൈഗോട്ട് എന്തായി ഫോം ചെയ്യും? സൈഗോട്ട് എംബ്രിയോ ആയി മാറും, ഒവ്യൂൾസ് സീഡായി മാറും, ഓവറി ഫ്രൂട്ടായി മാറും, ആൻഡ് ഓവറി വാള് പെരികാർപ്പാവും. അപ്പോൾ ഇങ്ങനെയാണ് അതിലുണ്ടാകുന്ന റിസൾട്ട് എന്ന്, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുണ്ടാകുന്ന റിസൾട്ട്. ബാക്കിയുള്ള സെപ്പലും പെറ്റലും ഒക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും, ദേ വിതർ ആൻഡ് ഫോൾ ഓഫ്. പിന്നെ പെൻ എന്ന് പറയുന്നത് എൻഡോസ്പേം ഇൻറ്റിഗ്യുമേറ്റ് ഓഫ് ഒവ്യൂളാണ്. അതെന്തായി മാറും? സീഡ് കോട്ടായി മാറും. ഇനി ഫ്രൂട്ടിനെ കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറുണ്ട്, ആ കവറിനെയാണ് നമ്മൾ പെരികാർപ്പ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പെരികാർപ്പ്? ഇറ്റ് ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് ദ എർത്ത്. ഇതുള്ള റിപ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിസംസിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഒന്നും കൂടിയും വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് എസെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ടാവും, രണ്ടാമത് സെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ടാവും. അതിൽ സെക്ഷൽ റിപ്രൊഡക്ഷനിൽ 3 ഇവൻറ്റ്സ് പഠിക്കാനുണ്ട്. സെക്ഷൽ റിപ്രൊഡക്ഷന് 3 മീൻസ് ആയിട്ടാണ് നടക്കുക, അത് പഠിക്കണം. ആൻഡ് അതിലെ 3 ഇവൻറ്റ്സിലും എങ്ങനെയൊക്കെയാണ് ഓരോ ഇവൻറ്റിലും നടക്കുന്നത്, ആനിമൽസിലും പ്ലാന്റ്സിലൊക്കെ ഓരോ ഇവൻറ്റിൽ പഠിക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ്സ് ഒരു സ്മോൾ ചാപ്റ്ററാണ് ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് വരാം.